വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണം ഇപ്പോഴും അതിന് കൃത്യമായ ഒരു ഉത്തരമില്ല. അത് ഒരു അപകടമാണോ അല്ലെങ്കിൽ ആരെങ്കിലും കരുതിക്കൂട്ടി വരുത്തി വച്ചതാണോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. KC ഉണ്ണി ബാലഭാസ്കറിന്റെ പിതാവാണ് അദ്ദേഹം. ഇപ്പോഴും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ ആ മനുഷ്യൻ കൈകൂപ്പുന്നുണ്ട് തൻ്റെ മകന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന ഉത്തരത്തിന് വേണ്ടി. KC ഉണ്ണി അല്പസമയം മുമ്പ് ഫോണിൽ നമ്മളോട് സംസാരിച്ചു. ഇതുവരെ ഈ സംഭവത്തിൽ താൻ പറയാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായിരിക്കും KC ഉണ്ണിക്ക് പറയാനുള്ളത്? കേട്ടു നോക്കാം. ഞാൻ ശ്യാം ബാബു, മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. എന്താണ് ഇപ്പോൾ കേസിന്റെ ഒരു അവസ്ഥ? കേസിൻ്റെ അവസ്ഥ ഒരു മറ്റേ ആദ്യത്തെ CBI റിപ്പോർട്ട് സമർപ്പിച്ചു. അതിപ്പോൾ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. രണ്ടാമത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സെഷൻസിൽ തന്നെ കൊടുത്തു. അത് തള്ളി. അപ്പോൾ പിന്നെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ അവർ അനുവദിച്ചു രണ്ടാമത് അന്വേഷിക്കാൻ. അത് നമ്മുടെ വക്കീൽ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപാട് വർക്ക് ചെയ്ത്. അങ്ങനെ ഇവിടുത്തെ CBIക്കാർ തിരുവനന്തപുരം രണ്ടുപേരും വന്നു. ഒരാൾ ഒരു സജി ശങ്കർ എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. ഓഫീസർമാരാരുമില്ല, ഒരു ഹെഡ് കോൺസ്റ്റബിളും ഒരു സാധാരണ കോൺസ്റ്റബിളാണ്. രണ്ടാമത് അവരിവിടെ ഒരു പ്രാവശ്യം വന്നൊക്കെ ചോദിച്ചിട്ട് പോയി, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അറിഞ്ഞത് നമ്മുടെ വക്കീൽ വിളിച്ച് പറഞ്ഞു ഇവരൊരു 3 മാസവും കൂടി ചോദിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ. മറ്റേത് 3 മാസത്തിനാണ് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ആദ്യം ഹൈക്കോടതി പറഞ്ഞു. അല്ല, ഹൈക്കോടതി പറഞ്ഞു 3 മാസമൊന്നും. അപ്പോൾ 3 മാസമൊക്കെ കഴിഞ്ഞു. പിന്നെ അവർക്ക് ഒരു 3 മാസം കൂടി വേണമെന്ന് പറഞ്ഞ് കൊടുത്തത് കോടതി അനുവദിച്ചു. പിന്നെ നമ്മളൊന്നും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ എന്താണ് കരുതുന്നത്? എന്തായിരിക്കും സംഭവിച്ചത്? അവർ ഒരു കൂട്ടം സ്വർണം കടത്തുന്ന ആളുകളും പിന്നെ അങ്ങനെയുള്ളൊരു തല്ലിപ്പൊളി ഗ്യാങ്ങാണ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൻ്റെ മാനേജർ എന്നൊക്കെ പറഞ്ഞാണെന്നിരുന്നത് തമ്പിയും വിഷ്ണുവൊക്കെ CBIക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. 50 ലക്ഷം രൂപ ബാലുവിൻ്റെ നിന്ന് വാങ്ങിച്ചത് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കുറേശ്ശെ ലക്ഷ്മിക്ക് കൊടുത്ത് തീർത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എത്ര വാങ്ങിച്ചു എന്താണെന്നൊക്കെ അറിഞ്ഞിടാം. ആളുകൾ ശരിയല്ല അവർ. ഈ മരണത്തിന് ശേഷം എപ്പോഴെങ്കിലും അച്ഛൻ ഇവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടുമില്ല. അച്ഛൻ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആദ്യകാലങ്ങളിൽ. അപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. സാധാരണ ഒഴിഞ്ഞു മാറും. അച്ഛനാണ് എപ്പോഴും നിയമ നടപടിക്കും കേസിനും എല്ലാത്തിനും നടക്കുന്നത്, മറ്റാരെയും കാണുന്നില്ല. അതെന്താണ്? മറ്റാരും ഇല്ലല്ലോ. പിന്നെ എൻ്റെ അളിയനുണ്ടായിരുന്നു, മരിച്ചുപോയി. അന്നേരം നമുക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ പ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വൈഫ്, ഒരു റിലേറ്റീവ്, അനീതിയുടെ മാളും, ഒരു ബന്ധുണ്ടല്ലോ, അവർ മദ്രാസിലാണ്. അവരും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവരിപ്പോൾ കുറേ നാളായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ആവശ്യം ഇപ്പോൾ നമ്മുടെ ആയിപ്പോയി. നമ്മൾ അതിനകത്ത് ഇനി ഇടപെട്ട് പോയി. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങനെ പിന്മാറാനും പറ്റില്ല. ഇതിൻ്റെ സത്യം തെളിയുമെന്ന് അച്ഛൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഈ വരുന്ന ആളുകൾക്കും വലിയ താല്പര്യമില്ല. അന്വേഷിച്ചവർ നേരത്തെ വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. അത് നമുക്ക് പോയത് പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാലഭാസ്കർ അങ്ങനെ ഒരു ശീലമുണ്ടോ? ഈ വണ്ടി രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് പുറകുവശത്ത് കിടന്ന് ഉറങ്ങുന്ന? ഐഡിയ ഇല്ല. ഈ ഡ്രൈവർ എന്ന് പറയുന്ന ആൾ സ്ഥിരമായിട്ട് ഈ വണ്ടി ഉണ്ടായിരുന്നു, ഓടിക്കുന്ന ആളാണ് സ്ഥിരമായിട്ടൊന്നുമില്ല. അപ്പോൾ കഷ്ടിച്ച ഒരു 1.5 മാസമായി കാണുമായിരിക്കും അവൻ്റെ കൂടെ വന്നിട്ട് അവൻ്റെ കൂടെ ഡ്രൈവറായി വന്നിട്ട്. അച്ഛൻ അയാളെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? അതിന് മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇവനും ആ ഡ്രൈവറും കൂടി, ബാലും ഡ്രൈവറും കൂടി ഒരു ദിവസം വന്നിരുന്നു അവിടെ. കണ്ടു. അവൻ്റെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല എപ്പോഴും. ഒരു കൊച്ചു
പയ്യൻ. ഒരു പയ്യൻ. അന്ന് 22 വയസ്സുണ്ടെന്ന് പറഞ്ഞു. ഈ അപകടത്തിന് ശേഷം അച്ഛനെ അവനെ കണ്ടായിരുന്നു? അയാളെ കണ്ടായിരുന്നു? ഇല്ല, കണ്ടില്ല. ഹോസ്പിറ്റലിൽ ഒന്നും കണ്ടതൊന്നുമില്ല? ഒന്നും കണ്ടില്ല. ഹോസ്പിറ്റലിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. കണ്ടില്ല. ഞാനിവന്റെ പുറകെയായിരുന്നില്ല, ബാലുവിന്റെ പുറകെയായിരുന്നു. 7 ദിവസം കിടന്നു. 7ാമത്തെ ദിവസം മരിച്ചത്. ഈ ഡ്രൈവർ മനഃപൂർവ്വമാണ് ഈ ഒരു അപകടം വരുത്തി വെച്ചതെങ്കിൽ അത് ആർക്ക് വേണ്ടിയായിരിക്കും? അതാണ് നമ്മുടെ കേസ്, അതാണല്ലോ. എങ്കിലും അച്ഛൻ ആരെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും? സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരുപാട് പേര് കാശ് വാങ്ങിച്ചിട്ടുണ്ട്, പൈസ വാങ്ങിയിട്ടുണ്ട്. 2-3 നേരത്തെ ഒരു ആയുർവേദ റിസോർട്ട് പാലക്കാട്, അവരൊക്കെ കുറേ രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരുപാട് രൂപ. അവർ പറഞ്ഞ 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുള്ളൂ, അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ബാങ്ക് വഴിയാണ് വാങ്ങിച്ചത് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പം ആളില്ലല്ലോ, അപ്പം എന്തും പറയാമല്ലോ അല്ലേ? അവർ ഭയങ്കര ക്രേസാണ് പൈസക്ക്. അത് നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ നിന്ന് ഒരുപാട് രൂപ വാങ്ങിച്ചിട്ടുണ്ട് അവർ. കാരണം ഈ അവരുടെ മോനെ റഷ്യയിൽ അയച്ച് പഠിപ്പിക്കാൻ വേണ്ടി റഷ്യയിൽ പറഞ്ഞയച്ചു. അതിനുള്ള കാശ് എൻ്റെ നിന്നാണ് വാങ്ങിച്ചത്, എന്നോട് പറഞ്ഞുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പറഞ്ഞയച്ച് പഠിപ്പിച്ചു. ഒരു സ്ഥലത്തും രക്ഷപ്പെട്ടില്ല അവൻ. ഈ പാലക്കാട് കാരണമാണോ? പയ്യൻ. അത് കഴിഞ്ഞ് പിന്നെ ആയുർവേദം പഠിച്ചെന്ന് തോന്നുന്നു, ബാംഗ്ലൂർ അങ്ങാണ്ട് പോയി. ഒരു മക്ക പയ്യനാണ്. ഈ പൈസയുടെ കണക്കൊന്നും ലക്ഷ്മിക്ക് അറിയില്ലേ? അവൾ നമ്മളോട് മിണ്ടുകയില്ലല്ലോ, എന്ത് ചോദിച്ചാലും പറയില്ല. പൈസയുടെ കാര്യം പറയണ്ടെന്നാണ് പറഞ്ഞത്. ആദ്യമേ ചെന്ന് അച്ഛനോട് പറഞ്ഞു. അതെ, ആദ്യമേ ചെന്ന് നമ്മളൊരു വക്കീലിനെ കണ്ടു, ഇങ്ങനെ കൊടുക്കാൻ പോകണം. അപ്പോൾ വക്കീൽ പറഞ്ഞു, ലക്ഷ്മിയായിട്ടൊന്ന് ആലോചിക്കണം കേട്ടോ. എന്താലോചിക്കണമെന്ന്? ഇങ്ങനെ കേസ് കൊടുക്കാൻ പോകണമെന്നുള്ള കാര്യം. അവൾ കാല് മാറിക്കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അവളുടെ ഒരു അനുവാദവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീജിയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ചോദിച്ചു. ശരി, കൊടുത്തോളൂ, കേസ് കൊടുത്തോളൂ. പൈസയുടെ കാര്യമൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പൈസയുടെ എന്ത് കാര്യം? ഒരു കാര്യവും കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ സംശയമായത്. കാരണം ഇവക്ക് എപ്പോഴും അവിടെ പോയി താമസിക്കണം എന്നാണ് ആഗ്രഹം. പാലക്കാട് റിസോർട്ടിൽ അവിടെ പോയി ആണ് ഇവർ രണ്ടുപേരും കൂടിയാണ് താമസിച്ചിരുന്നത്. ഇവക്ക് എപ്പോഴും പോകണം അവിടെ, വലിയ ഇൻട്രസ്റ്റ് ആണ്. അതിൻ്റെ പുറകെ അറിഞ്ഞൂടാ. ഈ മരണത്തിന് ശേഷം ലക്ഷ്മി അച്ഛനോട് മിണ്ടിയിട്ടുണ്ടോ പിന്നീട്? ഞാൻ അവിടെ ഒരു പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയി. അന്ന് അവളുടെ അമ്മയായിട്ട് വലിയ വഴക്കൊക്കെ ആയി. കാരണം ആ പാലക്കാട് ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഈ നമ്മൾ ആരോപണം ഉന്നയിക്കുന്ന ആ സ്ത്രീ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവരെ പറ്റി പറഞ്ഞ അവർക്കും ഇഷ്ടപ്പെട്ടു, ലക്ഷ്മിയുടെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ വർക്കായി. ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോന്നു, പിന്നെ പോയിട്ടില്ല. പിന്നെ ഒരു ദിവസം കുത്തിയിരുന്ന് അവളെ വിളിച്ചു കുറേ പ്രാവശ്യം. അവൾ എടുക്കൂല ഫോൺ. നമ്മളും കളഞ്ഞു. പിന്നീട് ഫോണിൽ വിളിച്ചിട്ടേ ഇല്ല അച്ഛനെ? വിളിച്ചാൽ എടുക്കൂല അവൾ. ഈ മരണത്തിന് ശേഷം എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ലക്ഷ്മി? വന്നിട്ടേ ഇല്ല. പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടേ ഇല്ല. നമ്മുടെ വീട്ടിൽ വരാറില്ല. വന്നിട്ടേ ഇല്ല. മരണത്തിന് മുമ്പും വന്നിട്ടില്ല, അതിന് ശേഷവും വന്നിട്ടില്ല. ഈ അനുസ്മരണ ചടങ്ങ് ഈ ഓരോ വർഷവും ബാലഭാസ്കർ മരിച്ച ദിവസം ഇവിടെ എന്തെങ്കിലും ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ടോ? എന്തെങ്കിലും? ഇല്ല. ഇവിടെ പോവും, തിരുവല്ലത്ത് പോയി കർമ്മം ചെയ്യും. എന്തെങ്കിലും അത്രേ ഉള്ളൂ. അത് നമ്മൾ വെളിയിടാൻ പാടില്ല. ബലിക്ക് പകരം വേറെ എന്താണ് ഒരു കൂട്ട നമസ്കാരം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്, അത് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും അനാഥാലയമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പൈസ കൊണ്ട് കൊടുക്കുമായിരുന്നു. ലക്ഷ്മി എന്തുകൊണ്ടാണ് ഈ പ്രതിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്നത്? അപ്പോൾ അവൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മളോടൊന്നും പണ്ടേ ഇഷ്ടമല്ല അത്. ഈ കല്യാണം നമുക്കൊന്നും വലിയ ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ അവിടെ എന്നും പോകും, അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുമായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ ചെല്ലുന്ന ഇഷ്ടമല്ലാത്തൊരു സ്ഥിതി വന്നു നോക്ക്. ഉം. അത് ആക്സിഡൻറ്റിന് തൊട്ട് മുമ്പ് കുറച്ച് നാൾ. ഉം. പിന്നെ ഞാനും പോക്ക് നിർത്തി. നടത്തി. ഈ പ്രതിഭാഗത്തേക്കുന്ന ആ റിസോർട്ടിലെ ആരോപണം നേരിടുന്ന ആ സ്ത്രീ എന്തിനാണ് അവിടെ വന്നതെന്ന് അച്ഛൻ മനസ്സിലാക്കിയത്? ഒരു പിടിയില്ല. ഒരു പിടിയില്ല. അച്ഛൻ കയറി ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടു. അവരവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര നാൾ മുമ്പ് ആ സംഭവം? അതൊക്കെ 4-5 കൊല്ലമായിട്ടുണ്ട് ഇപ്പോൾ. അത് മരിച്ചു കഴിഞ്ഞ ഉടനെയാണ്. അച്ഛൻ എന്ത് പറഞ്ഞു അവരോട്? ഞാൻ അവരോടൊന്നും സംസാരിച്ചില്ലല്ലോ. പക്ഷേ അവർ ഈ ലക്ഷ്മിയുടെ അമ്മയ്ക്ക് അവരെ ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ആ സ്ത്രീയെ. ഭയങ്കര മോറൽ സപ്പോർട്ടിന് വേണ്ടിയാണ് അവർ വന്ന് നിന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ സ്ത്രീ എന്തിനാ ഇവിടെ വന്നേക്കണം? നമ്മളെന്ത് പറയാനാ? ഈ കാര്യം CBIയോട് പറഞ്ഞിരുന്നോ മൊഴി കൊടുത്തപ്പോ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യമല്ല മൊഴി അവര് രേഖപ്പെടുത്തിയോ? അത് അറിയില്ല. അത് എന്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറിക്കാനാണ്. ഒരു കോൺസ്റ്റബിൾ അവിടെ ഇരിക്കും, ഇയാളോട് ഞാൻ പറയും, അവൻ അവിടെ ഇരുന്ന് എന്തോ എഴുതും, ഇത്ര തന്നെ. എന്ത് എഴുതി കൊണ്ടുപോയി എന്ത് കൊടുക്കില്ല. അച്ഛൻ അന്നേരം എന്തെങ്കിലും ദുരൂഹത തോന്നിയോ ആ സ്ത്രീയെ അവിടെ കണ്ടപ്പോ? ഇല്ല, അവരോട് നമുക്ക് ആദ്യമേ എല്ലാം ദുരൂഹത തന്നെയാണ്. ഇവരുടെ അനന്തരവനാണ് ആ ഡ്രൈവർ, ആ സ്ത്രീയുടെ. ഞാൻ ചോദിച്ചതല്ല, ആ സ്ത്രീയെ ലക്ഷ്മിയുടെ വീട്ടിൽ കണ്ടപ്പോൾ എന്തെങ്കിലും ദുരൂഹത തോന്നിയോ എന്നാ ചോദിച്ചത്. എന്തിനാണ് അവരവിടെ വന്ന് നിൽക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഞാൻ ചോദിക്കുകയും ചെയ്തു അവരോട്. അത് ഇഷ്ടപ്പെട്ടില്ല അവർക്ക്, ലക്ഷ്മിയുടെ അമ്മയ്ക്ക്. അച്ഛാ ഫോണിൽ ചോദിച്ചോ നേരിട്ട് ചോദിച്ചു? നേരിട്ട് അന്നേരം തന്നെ ചോദിച്ചു. ഫോണിൽ നമ്മൾ സംസാരിക്കാറൊന്നുമില്ലല്ലോ അവരോട്. അതായത് നമുക്ക് പോകാനുള്ളത് പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വിഷ്ണു സോമസുന്ദരം, തമ്പി എന്നിവരൊക്കെ ഇപ്പോഴും അവിടെ പോകാറുണ്ടോ? ലക്ഷ്മിയുമായിട്ട് സാറിനുണ്ടോ? എന്നാണ് പോകാറുണ്ടെന്നുള്ളതാണ് നമ്മൾ മറ്റേ ഇവര് ക്രൈംബ്രാഞ്ചുകാരൊക്കെ അന്ന് പറഞ്ഞ അങ്ങനെയാണ്. അത് സ്വന്തം വീട് പോലെയാണ് അവരവിടെ താമസിക്കുന്നത്. അവരവിടെയാണോ താമസമെന്ന് പോലും സംശയമുണ്ട് അവർക്ക്. ക്രൈംബ്രാഞ്ച് പറഞ്ഞു. ഈ പ്രതികൾ വിഷ്ണു സോമസുന്ദരം, പ്രകാശ് തമ്പി അവർ രണ്ടുപേരും തന്നെ മെയിൻ. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോകാറില്ല, വീട് അടച്ച് കിടക്കണമെന്നൊക്കെയാണ് അറിഞ്ഞത്. പിന്നെ ഒരു ഐഡിയ ഇല്ല എന്താണ്, നമ്മളെവിടെ പോയി അന്വേഷിക്കാം? നമ്മളോട് സഹകരണമില്ലല്ലോ. നമ്മളോട് സഹകരണമില്ലല്ലോ, ഒട്ടുമില്ല. അതിനിടയ്ക്ക് അവരുടെ സഹോദരൻ വന്നിരുന്നു. ഇവിടെ അല്ല, മരിച്ച് അവൻ്റെ ഒരു 15-16 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ വിൽക്കാൻ അമ്മയ്ക്ക് അവകാശമുണ്ട് ഇതിൽ, അത് സംബന്ധിച്ച് എഴുതി കൊടുക്കണമെന്നും പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു, ഇത്ര തന്നെ. അവർക്ക് വിൽക്കണോ? എന്നിട്ട് എഴുതി കൊടുത്തോ? പിന്നീട് എപ്പോഴെങ്കിലും കൊടുത്തിട്ടില്ല. പിന്നെ അവർ വന്നില്ല, നമ്മൾ പോയില്ല, ഒന്നുമില്ല. ശരിക്കും മകൻ കൊല്ലപ്പെടാനുള്ള കാരണം ഈ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റും നിന്നവരാണ്. അത് തന്നെയാണ്, സ്വർണ്ണക്കടത്തും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലതും. ഇവൻ്റെ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആണ് വലിയ പൈസ വാങ്ങിച്ചിട്ട്, അതുകൊണ്ട് ഈ മറ്റേ വാങ്ങിക്കാൻ സ്വർണ്ണന്മാർ ചുമ്മാ കൊടുക്കൂലല്ലോ, അതിന് പൈസ കൊടുക്കണ്ടേ. ആ കാശ് ഇവൻ്റെ നിന്നാണ് അവർ വാങ്ങിച്ചിരുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അവന് ഇഷ്ടം പോലെ കാശ് കിട്ടുമായിരുന്നു. കാരണം അവൻ മരിക്കുമ്പോൾ 1 കോടി രൂപ കൂടുതലുണ്ടായിരുന്നു ഫെഡറൽ ബാങ്കിലെ SB അക്കൗണ്ടിൽ. ഇപ്പം അത് എത്രയുണ്ട് എന്താണ് നമ്മൾ അന്വേഷിച്ചില്ല. അന്വേഷിച്ച് ഒരു ദിവസം പോയി നോക്കിയപ്പോൾ കംപ്ലീറ്റ് അത് ബ്ലോക്ക് ചെയ്തിരിക്കുക. വിഡ്രോ ചെയ്താണ്. പിന്നെ ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കണം. തമ്പി പ്രശ്നമൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് എടുത്തുകൊണ്ട് പോയി. തമ്പി ബാലഭാസ്കറിൻ്റെ മരിച്ചില്ല, അവൻ 7 ദിവസം കഴിഞ്ഞാലേ മരിച്ചു. അതിനു മുമ്പ് തന്നെ ഇവനും തമ്പിയും അവളുടെ അമ്മയെ, ലക്ഷ്മിയുടെ അമ്മയും ചേർന്ന് തമ്പി പ്രശ്നം എടുത്തു. അത് ഈ ബില്ല് അടയ്ക്കാൻ വേണ്ടി എന്നാണ് അന്ന് പറഞ്ഞത്.
ഒരു പിടിയില്ല നമുക്ക് എന്താണ്. അവർ വേറെ വിവാഹം കഴിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അറിവില്ല, അറിഞ്ഞൂടാ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടപാടെന്ന് അറിഞ്ഞൂടാ. വിവാഹം കഴിച്ചോ, ലിവിങ് ടുഗദർ ഉണ്ടോ, ഒരു ഐഡിയയില്ല. ഇപ്പോൾ വലിയ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ബാലഭാസ്കറിന്റെ മരണം ഇപ്പോഴും നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് സംഭവിച്ച ശേഷം ഇതിൽ KC ഉണ്ണി എന്ന ബാലഭാസ്കറിന്റെ പിതാവ് സംശയിക്കപ്പെടുന്നവരൊക്കെ തന്നെ സ്വർണ്ണക്കടത്ത് അതുപോലെ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിവിധ കേസുകളിൽ പിടിക്കപ്പെടുകയും അതിൻ്റെ പിന്നാലെ അവർ ജയിലിൽ അടയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ കേരളം ചർച്ച ചെയ്തതാണ്. പക്ഷേ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഏജൻസിയായ CBI ഈ കേസ് അന്വേഷിക്കുമ്പോഴും കൃത്യമായ ഒരു ഉത്തരം കിട്ടുന്നില്ല. CBI അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ CBI ഇവിടെ ഡെപ്യൂട്ടി ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിക്കുന്നതെന്നാണ് KC ഉണ്ണി എന്ന അദ്ദേഹത്തിന്റെ ബാലഭാസ്കറിന്റെ പിതാവുമായി സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് പോലീസിൽ നിന്ന് തന്നെ ഡെപ്യൂട്ടേഷന് CBIയിലേക്ക് ഉദ്യോഗസ്ഥർ പോകാറുണ്ട്. അവരാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരള പോലീസിന്റെ അന്വേഷണവും CBIയുടെ അന്വേഷണവും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും.